അപ്പോൾ ഞാൻ എൻ്റെ കൂടപ്പറപ്പുകളെ കാണാൻ പോയിട്ട് വരുന്ന വരവാണ്. പനിയൊന്നും ശരിക്കും മാറിയിട്ടില്ല, പക്ഷേ അവരെ കാണാതിരിക്കാൻ പറ്റാതില്ലല്ലോ, കണ്ടേലേ മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ നാടും പരിസരമൊക്കെ ഒന്ന് കാണാം. ഞങ്ങളുടെ കൊച്ചി ടൗണിൽ നിന്ന് തിരിഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ, ചെറിയൊരു തിരിച്ചു. ഇത് പെണങ്ങോട് അത്തിമൂലയിൽ റോഡാണ്. ഇവിടെ നിന്ന് അച്ചൂരിലേക്ക് മെയിനായിട്ട് ഇവിടെ ഉള്ളത് വാഴ കൃഷി. ഇത് കരിമ്പാണ്, കാട്ടുകരിമ്പ്. എന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു മരം ഒരു തണലായിരുന്നു. ഇപ്പോൾ മരമൊക്കെ അത് ഉണങ്ങിപ്പോയി. സൈഡിലൊക്കെ അതാ പേരക്ക മരം. മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. പ്രകൃതി ഭംഗിയൊന്നും കാണാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ അധികം ഒന്നിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ നടത്തും. ഇതായിരുന്നു എൻ്റെ സ്ഥിരം പല്ലവി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോയപ്പോൾ നടന്നങ്ങനെ വരുമ്പോൾ ഈ ഒരു വിശേഷങ്ങൾ പങ്ക് പറങ്കിമാവിൻ്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചെക്കാണ്. കാരണം എങ്ങനെയുണ്ട് സ്ഥലം, കൊള്ളാമോ? ആ കാണുന്നതാണ് പൊഴുതന കുറിച്ചൽ മല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഉരുൾപൊട്ടിയ സ്ഥലം, അവിടെ ഉരുൾപൊട്ടി. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോ. വയനാടിൻ്റെ പ്രകൃതി ഭംഗി എങ്ങനെയുണ്ട്, കൊള്ളാമോ? മഴക്കാറ് മൂടിയതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല. ഫുള്ളും വാഴത്തോപ്പാണ് കേട്ടോ 2 സൈഡിൽ. ഇതൊക്കെ കൊല വീണ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആളുകളാണ് കേട്ടോ. അതൊക്കെ മനസ്സിലായോ? തോട്ടങ്ങ, ഞങ്ങളിതിന് തോട്ടങ്ങ എന്നാണ് പറയുക. ചെമ്പരത്തിയൊക്കെ ഇപ്പോൾ കാണാനില്ല, അധിക സ്ഥലങ്ങളിൽ ഈ ഒരു ചെമ്പരത്തിയൊന്നും ഇല്ല. പണ്ട് തൊട്ടേ വേലി സൈഡിൽ കൂടെ നട്ടുപിടിച്ചുകൊണ്ട് വാഴ വെട്ടിപ്പോയ സ്ഥലങ്ങളാണ് അതൊക്കെ. റോഡ് വാഴ വെട്ടിപ്പോയ സ്ഥലങ്ങളാണ് അതൊക്കെ. റോഡ് പെണങ്ങോട്ടിലേക്ക് പോകുന്ന റോഡാണിത്. എല്ലാം ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ മുതിരപ്പാറയ്ക്ക് പോകുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമമാണിത്. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഞാൻ കിടന്നു ഉണ്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗ്രാമം? അടിപൊളിയല്ലേ കൂട്ടുകാരെ? കുഞ്ഞൊരു തോടാണ് ഇവിടെ ഉള്ളത്. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. കൃഷി രണ്ടാമതും വാഴ കൃഷി വെച്ചതാണ്. ആദ്യത്തെ ഒന്നുണ്ടോ ഇതുണ്ട് കൂട്ടുകാരെ. ഇതാണ് മൂടില്ലാത്ത ആളി ഉണ്ടോ. ഇഷ്ടം പോലെ മൂടില്ലാത്ത ആളി ഉണ്ട് ഇവിടെ. എൻ്റെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. കുളം കാണിച്ചു തരാം. മീൻ വളർത്തുന്ന കണ്ടു നോക്ക് കേട്ടോ. ഇതിൽ മീൻ വളർത്തും. അത്യാവശ്യം വലിയ കുളം കേട്ടോ അത്. ഉണ്ടോ വാഴത്തോപ്പിൻ്റെ നടുക്ക്. ഈ പോകുന്ന ആളാണ് ആ കുളത്തിൻ്റെ ഉടമസ്ഥൻ. അവരുടെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആയില്ലേ, താളുകറി വെക്കണ്ടേ നമുക്ക്? ഇല്ലോ ഇഷ്ടം പോലെ താളുണ്ട് ഇവിടെ. ഇല്ലോ ഇവിടെ അതിനൊന്നും ഒരു പറ്റാട്ടോ. ഇതാ മീൻകാരം വന്നു. അപ്പോൾ ഇതാ ഇഷ്ടമായിട്ടോ മത്തി വാങ്ങി. ഇങ്ങനെ കാപ്പി ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഈ ചെടി എന്താണെന്ന് പറയും. ഇത് കാപ്പിച്ചെടി ഉണങ്ങിപ്പോയതാണ് കണ്ടോ. കാപ്പിച്ചെടി ഉണങ്ങിയതാണ്. ആ ഒരു കുന്ന് കണ്ടോ, ആ കുന്നിൻ്റെ മുകളിൽ എത്തണം ഇനി എൻ്റെ വീട്ടിലേക്ക്. ഇങ്ങനെ പോയി വളഞ്ഞു കുത്തിയിട്ട് വേണം അവിടെ എത്താൻ. പിന്നെ ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. ഇതൊക്കെ വെള്ളത്തിലാവും. കസ്തൂരി മഞ്ഞളാണ് ഇതൊക്കെ. തടിയെ പോയില്ലേ? ഇല്ല, ഗൂഗിൾ പേയില വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുറകെ നടക്കാം മീൻ തിന്നാനായിട്ട്. മുളക്കൂട്ടായിരുന്നു കേട്ടോ, അത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. മീൻകാരെ ഇവിടെ എത്തി. ഞാൻ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചു. ഉണ്ടോ, ഞാൻ താഴത്തു നിന്നാണ് ഈ വരുന്നത്. ഓയ് ഇല്ല, ഉണ്ടോ അവിടെ നിന്നൊക്കെയാണ് നടന്നു വരുന്നത് ഞാൻ. കാടും മലകളും നിറഞ്ഞ നമ്മളുടെ കൊച്ചു ഗ്രാമം ഉണ്ടോ. വീട്ടിലേക്ക് എത്താനായിട്ടോ നീല ടർപ്പായി കാണുന്നില്ലേ. ഇതാണ് നമ്മുടെ ഭവനം. നേരത്തെ കുളിച്ചു, വീട്ടിലെത്തി. ഇനി വേഗം ചോറും കറിയൊക്കെ വെച്ച് ഫുഡ് കഴിക്കട്ടെ കേട്ടോ.